ചരിത്രപ്രസിദ്ധമായ മരിയൻ തീർത്ഥാടന കേന്ദ്രം കൈപ്പട്ടൂർ പരിശുദ്ധ വ്യാകുലമാതാ പള്ളിയിൽ രാജ്യപ്രസിദ്ധമായ ജപമാല തിരുനാൾ ഒക്ടോബർ 17 മുതൽ 26 വരെ. ജപമാല ചൊല്ലി നട തുറക്കുകയും ശുശ്രൂഷാനന്തരം ജപമാല ചൊല്ലി നട അടയ്ക്കുകയും ചെയ്യുന്ന അപൂർവം ദേവാലയങ്ങളിൽ ഒന്നായ ഇവിടെ നൂറുകണക്കിന് പൊൻവെള്ളി കുരിശുകളും വർണ്ണമുത്തുക്കുടകളുമേന്തി അനേകായിരം പേർ പങ്കെടുക്കുന്ന ദക്ഷിണേന്ത്യയിലെ പ്രധാന 2 പ്രദക്ഷിണങ്ങൾ 9-ാം ദിവസമായ 25-ാം തീയതി ശനിയാഴ്ച രാത്രി 8 മണിക്ക് പള്ളി ചുറ്റി പ്രസിദ്ധമായ ജപമാല പ്രദക്ഷിണവും 10-ാം ദിവസമായ 26-ാം തീയതി ഞായറാഴ്ച രാത്രി 7:30 മുല്ലപ്പൂ രഥത്തിൽ അലങ്കരിച്ച മാതാവിന്റെ ചരിത്രപ്രസിദ്ധമായ അങ്ങാടി പ്രദക്ഷിണവും പൂമാല ചാർത്തൽ ഭക്തിനിർഭരമായ പ്രത്യേക വഴിപാട് 10,000ങ്ങളുടെ ഹൃദയ സമർപ്പണ പുഷ്പവൃഷ്ടിയോടെ പ്രദക്ഷിണ സമാപനം. പ്രാർത്ഥനകളിലെന്നും നിറസാന്നിധ്യമായ അനുഗ്രഹ പൂമഴ തീർക്കും ജപമാല രാജ്ഞിയുടെ തിരുമുറ്റത്തേക്ക് രോഗശാന്തിക്കായി എണ്ണ പകർന്നു നൽകുന്ന അത്ഭുത വിളക്കിന്റെ സാന്നിധ്യ തീരത്തേക്ക് ജപമാല തിരുനാളിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. വീണ്ടും മാതൃകയായി കോതമംഗലം KSRTC ഡിപ്പോ. ഹൈറേഞ്ചിന്റെ കവാടമായ കോതമംഗലത്ത് 2.34 കോടി രൂപ ചെലവഴിച്ച് KSRTC ബസ് സ്റ്റാൻഡ് നിർമ്മിച്ച ആധുനിക ബസ് ടെർമിനൽ ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ നാടിന് സമർപ്പിക്കുകയും നിരവധി പുതിയ ബസ്സുകൾ സർവീസുകളിലും ഈ അവസരത്തിൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ട ഹരിശങ്കർ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഹിൽവാലി ഇവരാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വയ്ക്കുമ്പോൾ വളരെ തുറന്ന മനസ്സോട് കൂടിയിട്ടാണ് അതിനോട് സഹകരിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു തുടക്കമാണ്. മറ്റെല്ലാ മേഖലയിലും ഇതുപോലെ സഹായിക്കാൻ കഴിയുന്ന ഒരുപാട് ആളുകൾ, ഒരുപാട് സുമനസ്സുകൾ നമ്മുടെ സമൂഹത്തിനകത്തുണ്ട്. അപ്പോൾ എല്ലാ മേഖലയ്ക്കകത്തും ഇതുപോലുള്ള ഇടപെടൽ നടത്തിക്കൊണ്ട് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ KSRTC എന്ന ഈ പൊതുമേഖലാ സ്ഥാപനത്തെ മെച്ചപ്പെട്ട നിലയിലേക്ക് കൊണ്ടുപോകേണ്ടത് പൊതുസമൂഹത്തിൻ്റെ കൂടി ഒരു ഉത്തരവാദിത്തമാണ്. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ സംഘടിപ്പിക്കുന്നത്. ഏതായാലും ഇതിനോട് സഹകരിച്ച എല്ലാവരോടും പ്രത്യേകമായി MLA എന്നുള്ള നിലയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഹരിശങ്കറിനോടും അദ്ദേഹത്തിൻ്റെ കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും പ്രത്യേകമായ നന്ദി കൂടി ഞാൻ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട അഭിരാമിയാണ് അഭിരാമിക്കാണ് ഈ വെള്ളവും സ്നാക്സും കൊടുത്തുകൊണ്ട് നമ്മൾ ഇവിടെ കിറ്റ് കൊടുത്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നത്. BSc നഴ്സിംഗ് വിദ്യാർത്ഥിയാണ്, പഠിച്ച് മിടുക്കിയായി. അതിലൊന്നായ കോതമംഗലം തിരുവനന്തപുരം AC പ്രീമിയം സൂപ്പർഫാസ്റ്റ് KSRTCയിലെ യാത്രക്കാർക്ക് കൂടുതൽ മെച്ചപ്പെട്ട സേവനം നൽകുന്നതിന്റെ ഭാഗമായും ഗതാഗത വകുപ്പിന്റെ വികസന ലക്ഷ്യങ്ങളുടെ ഭാഗമായും KSRTC യൂണിറ്റിൽ ഹിൽവാലി എന്ന പ്രസ്ഥാനം സൂപ്പർ ക്ലാസ് ബസ്സുകളിൽ യാത്രക്കാർക്ക് കുടിവെള്ളവും സ്നാക്സും നൽകുന്ന പ്രാരംഭ പദ്ധതിയുടെ ഉദ്ഘാടനം മൂന്നാർ ബാംഗ്ലൂർ ബസ്സിലെ യാത്രക്കാർക്ക് കുടിവെള്ളവും സ്നാക്സ് അടങ്ങുന്ന കിറ്റ് നൽകി ആന്റണി ജോൺ MLA നിർവഹിച്ചു. ചടങ്ങിൽ ഹിൽവാലി കമ്പനിയുടെ മാനേജർ ഡയറക്ടർ ഹരിശങ്കർ, നഗരസഭ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നൌഷാദ് KA, അഡ്വക്കേറ്റ് ജോസ് വർഗീസ്, ബേബി പൗലോസ്, ATO J നിഷാമുദ്ദീൻ, കൺട്രോളിംഗ് ഇൻസ്പെക്ടർ അനസ് ഇബ്രാഹിം എന്നിവർ സന്നിധരായിരുന്നു. കേരളത്തിൽ തന്നെ മാതൃകയായി പ്രവർത്തിക്കുന്ന നിലയിലേക്ക് മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് വർഷത്തെ ഒരു ചരിത്രം പരിശോധിച്ചാൽ വലിയ മാറ്റമാണ് ഈ KSRTC യൂണിറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഇവിടെ ഉറപ്പുവരുത്താൻ വേണ്ടി സാധിച്ചത്. ഇവിടെ 1982 ഇത് തുടക്കം കുറിക്കുന്ന ഘട്ടം മുതൽ ഈ യൂണിറ്റിനൊരു ചരിത്രമുള്ളത്. വലിയ ജനകീയ പങ്കാളിത്തത്തോടു കൂടിയിട്ടാണ് ഇതിൻ്റെ തുടക്കം. ഇവിടുത്തെ ആരാധനാലയങ്ങൾ കോതമംഗലം സെൻറ്റ് ജോർജ് കത്തീഡ്രലും വിശുദ്ധ മാർത്തോമാ ചെറിയ പള്ളിയും കോതമംഗലം സെൻറ്റ് ജോർജ് സ്കൂളും അടക്കം, അതോടൊപ്പം തന്നെ നിരവധി സുമനസ്സുകൾ, ഇവിടുത്തെ ഉണ്ണുപ്പാട്ട് കുടുംബാംഗങ്ങൾ, അതോടൊപ്പം തന്നെ തെക്കേക്കുന്നേൽ ന്യൂസ് ബ്യൂറോ കോതമംഗലം.